പി ദിവ്യയെ തള്ളി CPM സംസ്ഥാന നേതൃത്വം. ദിവ്യയ്ക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് പിണറായി വിജയനും MV ജയരാജനും. ദിവ്യയെ മുന്നിൽ നിർത്തി പൊളിറ്റിക്കൽ പവർ ലോബിക്കെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറയുകയാണ്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള തീവ്ര പ്രതികരണങ്ങളാണ് പ്രതിനിധികൾ ഉയർത്തിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രേരണാകുറ്റത്തിന് അറസ്റ്റിലായി ജാമ്യത്തിൽ കഴിയുന്ന പി ദിവ്യ ഇപ്പോൾ പാർട്ടിയുടെ സാധാരണ അംഗം മാത്രമാണ്. മുൻകാലങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങളുടെ സംഘാടനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ദിവ്യ ഇക്കുറി ജില്ലാ സമ്മേളന പ്രതിനിധി പോലുമായില്ല. ദിവ്യയുടെ പ്രസംഗവും തുടർ സംഭവവികാസങ്ങളുമെല്ലാം CPMന്റെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചുവെന്ന പൊതു വിലയിരുത്തലാണ് കണ്ണൂരിനു പുറമെ മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലും അലയടിച്ചത്. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന ചർച്ചകളുടെ പൊതുവികാരം ദിവ്യയ്ക്ക് എതിരായിരുന്നുവെങ്കിലും ദിവ്യയോട് പാർട്ടി കാണിച്ചത് കടുത്ത അവഗണനയായിരുന്നുവെന്ന് പ്രതികരിച്ച പ്രതിനിധികളും ഉണ്ടായിരുന്നു. തലശ്ശേരി മേഖലയിൽ നിന്നുമുള്ള ചില പ്രതിനിധികളാണ് ഈ വിധം വികാരങ്ങൾ പങ്കുവച്ചത്. മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ദിവ്യയെ കടന്നാക്രമിക്കുകയായിരുന്നുവെന്നും ആ വിധം മാധ്യമ അജണ്ടകളെ മാത്രം മുഖവിലക്കെടുത്ത് ദിവ്യക്കെതിരെ സംഘടനാതല നടപടികൾ കൈക്കൊണ്ടത് ശരിയായില്ല എന്ന മട്ടിലായിരുന്നു ഒരു വിഭാഗം പ്രതിനിധികൾ നടത്തിയ ചർച്ചകളുടെ പോക്ക്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ദിവ്യക്കെതിരായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്ന CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരായും തലശ്ശേരിയിൽ നിന്നുള്ള പ്രതിനിധികൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ADMന്റെ വീട്ടുകാരെ സമാശ്വസിപ്പിക്കുന്നതിന് ആരും എതിരല്ല, പക്ഷേ അത് CPM നേതൃനിരയെ സംശയനിഴലിൽ നിർത്തിയാകരുത്. ദിവ്യയുടെ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചെയ്തത് ഈ വിധം പ്രവർത്തനങ്ങളാണ്. ഈ വിധത്തിൽ കടുത്ത വിമർശനങ്ങളാണ് കണ്ണൂരിലെ ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉയർത്തിയത്. ഏതെല്ലാം വിധത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് പൊറുക്കാനാവാത്ത വീഴ്ച തന്നെയാണെന്ന പൊതുവികാരമാണ് ജില്ലാ സമ്മേളനത്തിൽ അടിമുടി നിറഞ്ഞു നിന്നിരുന്നത്. ദിവ്യയെ അനുകൂലിച്ചും എതിർത്തുമുള്ള വാദമുഖങ്ങൾ പൊതുചർച്ചാ വേളയിൽ ഉയർന്നുവെങ്കിലും അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് പിണറായി നടത്തിയ പ്രസംഗം ഏവരെയും ഞെട്ടിച്ചു. പി ദിവ്യക്കെതിരെ ഈ വിധത്തിലുള്ള സംഘടനാതല പ്രതികരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത്രമാത്രം കാഠിന്യമർന്ന രീതിയിലാണ് പിണറായി ദിവ്യക്കെതിരെ പ്രതികരിച്ചത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന വിധത്തിൽ അധ്യാത്മരാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചാണ് ദിവ്യയെ അനുകൂലിക്കുന്നവർക്ക് പിണറായി ചുട്ട മറുപടി നൽകിയത്. ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഷളാക്കിയതാണെന്ന വിധത്തിൽ ന്യായീകരിച്ചിരുന്ന CPM നേതാക്കൾക്ക് പിണറായിയുടെ ഈ പ്രതികരണം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. ധാർഷ്ട്യസ്വരത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗമാണ് ADM നവീൻ ബാബു ജീവനൊടുക്കാൻ കാരണമെന്ന് വിശ്വസിച്ചിരുന്ന പല പാർട്ടി നേതാക്കളും പാർട്ടി അച്ചടക്കമോർത്ത് ദിവ്യയെ രൂക്ഷമായി വിമർശിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഈ വിധം പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയതോടെ തങ്ങളുടെ അസംതൃപ്തിയും പരസ്യമായി അവർ തുറന്നടിക്കുകയാണ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് ശ്രദ്ധേയമാകുന്നത് ഈ സന്ദർഭത്തിലാണ്. നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് പി ദിവ്യ നടത്തിയ പ്രസംഗം മൂലമായിരുന്നുവെന്നതാണ് പാർട്ടി വിലയിരുത്തലെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. MV ജയരാജന്റെ ഈ പരാമർശം വിവാദമായതോടെ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന വിധത്തിൽ ജയരാജൻ പ്രതികരിച്ചുവെങ്കിലും കണ്ണൂരിലെ CPMനുള്ളിൽ വലിയ അടിയൊഴുക്കുകൾക്കാണ് അത് വഴിയൊരുക്കിയിട്ടുള്ളത്. രാമായണത്തിലെ വരികൾ ചൊല്ലി ദിവ്യയെ വിമർശിച്ചുവെങ്കിലും ദിവ്യയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടത് മറ്റു ചിലരെയായിരുന്നുവെന്നത് വ്യക്തം. സമ്പന്ന മേലാളന്മാരുടെ താല്പര്യങ്ങൾക്കൊത്തു നിൽക്കുന്ന പൊളിറ്റിക്കൽ ലോബി കണ്ണൂരിൽ ശക്തമാണെന്നും അവരാണ് പി ദിവ്യയെ പോലെയുള്ള നേതാക്കൾക്ക് സംരക്ഷണ കവചമൊരുക്കുന്നതെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചതെന്നും അതേ പാതയിൽ തന്നെ MV ജയരാജനും പ്രതികരിച്ചുവെന്നതും ഏറെ ശ്രദ്ധേയമാണ്.